ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖാലോ എല്ലാവർക്കും. ഇന്ന് നമ്മളുടെ സ്കിൻ കെയർ ചാലഞ്ചിന്റെ 5ാമത്തെ ദിവസമാണ്. ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടെന്ന് കമന്റും മെസ്സേജും ഒക്കെ വരുന്നുണ്ട്. എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയാറുണ്ട്. അപ്പോൾ പുറത്ത് നല്ല കാറ്റുണ്ട്, ആ മഴക്കാറ് വരുന്നുണ്ട്, നല്ല ഇരുണ്ട് കൂടി കിടക്കുകയാണ്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം, പക്ഷെ നന്നായിട്ട് ഇരുണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും ഒരു മഴയും ഇടിയൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു. ഞാനത് കമൻറ്റ് സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഓൾറെഡി അങ്ങനെ ഉള്ളതാണ്, അപ്പം ഇങ്ങനെയൊന്നും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും കമൻറ്റ് കണ്ടപ്പോൾ ശരിക്കും ഫീലായി. കാരണം വെച്ചാൽ ക്യാഷ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ ഇത് കാണുന്നത് വെച്ചാൽ ഫുള്ള് കെമിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ക്രീംസിൻ്റെയും അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെയും റിവ്യൂസ് മാത്രമായിട്ടായിരിക്കും ചാനൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുമാനം കിട്ടും. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മളുടെ പ്രൊഡക്ട്സൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിൽ എത്രമാത്രം നല്ലതാണ്, സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ശതമാനം അതിൻ്റെ അകത്ത് നാച്ചുറൽ കണ്ടൻസ് ഉണ്ട്, എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്ന് റിപ്പീറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ഫുള്ള് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. അത് പ്രൊഡക്റ്റിൻ്റെ ആൾക്കാരോട് അതിനെക്കുറിച്ച് സംസാരിച്ച് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങനത്തെ വീഡിയോസ്, നമുക്ക് പ്രൊഡക്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഐറ്റംസ് മാത്രം പിറകൊണ്ട് വരുന്നത്. എൻ്റെ സ്കിന്നിൽ ഇതുപോലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നല്ല എൻ്റെ സ്കിന്ന് ഒത്തിരി ഡാമേജ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ചെയ്യാനായിട്ട് ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യം തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യം ഓർത്തിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് കൂടുതലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് പുറത്തുനിന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സ് ഞാൻ കൂടുതൽ കാണിക്കാത്തത്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും മോശമാണെന്നല്ല, പക്ഷേ ചില പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ വളരെ ഡാമേജ് ആക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു കമൻറ്റ് ശരിക്കും എനിക്ക് ഫീലായി. അപ്പോൾ അങ്ങനെയല്ല തന്നെ മനസ്സിലാക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കാണുന്ന എൻ്റെ പണിയായുധങ്ങളാണ് എന്ന് പറയണത്. ഇരിക്കുന്നെല്ലാം നമ്മൾ ഇന്നത്തെ ഇതിനുള്ള കാര്യങ്ങളട്ടെ. എൻ്റെ ഇപ്പോൾ വെട്ടമില്ല, ഒട്ടും വെളിച്ചില്ല. ഇപ്പോൾ ഈ നമ്മുടെ ഒരു മഴ വരുന്നതിൻ്റെ മഴക്കാറ് മൂടി കിടക്കുകയാണ്. അപ്പോൾ വേറൊരു സെറ്റ് ചെയ്തിട്ടൊന്നും ഈ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരു ശരിയാവണില്ല. അപ്പോൾ ഒന്ന് തിരിച്ചു വെച്ചാണ് അതിൻ്റെ ബാക്കിലെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റംസൊക്കെയാണ് ബാക്കിൽ കാണുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കിടക്കാം, നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ 5ാമത്തെ ദിവസം എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ പറയാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ്. എന്താണ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്? നമ്മൾ കേട്ടിട്ടുണ്ട് പല സിനിമാ നടിമാരും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. ഇത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഭയങ്കര കാറ്റാണല്ലോ, അല്ലെങ്കിൽ കാക്കയുടെ കാർച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റിലെ നല്ല കുളിരണ സൂപ്പർ കാറ്റാണ്. ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വെയിലെല്ലാം പോയി. ഈ മഴ വന്നു പോകാനാണോ ഇല്ലയെന്നറിയില്ല, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഒന്ന് പറ്റും പറയാം. ഇതിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിലെ ഫൈൻ ലൈൻസ് കുറച്ച് ഏജ് ആയി കഴിയുമ്പോഴത്തേക്കും, മെച്ചുവേർഡ് സ്കിൻ ആയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇവിടെ ചുളിവുകളും കുത്തുകളും പാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. സാഗിയും അങ്ങനെയൊക്കെയുള്ളതൊക്കെ മാറ്റിയിട്ട് നല്ല യുവത്വം തുളുമ്പുന്ന സ്കിൻ ആവാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ചില സമയത്ത് സിനിമാ നടിമാരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ ചില ഫിലിംസിൽ ഭയങ്കര ഏജ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് അവരുടെ സ്കിന്നാകെ വല്ലാണ്ട്, അപ്പോൾ നമ്മൾ തന്നെ പറയും ഇത് കുറേ പ്രായമായി പോലും, എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു 2-3 ഫിലിംസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ ഇതൊരു പണ്ട് 80s ഫിലിംസൊക്കെ പോലെ നല്ല അടിപൊളിയായിട്ട് അവർ തിരിച്ചു വന്നല്ലോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ് അങ്ങനെ. കാരണം ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചക്ഷനായിട്ടും മെഡിസിനായിട്ടും ഒക്കെ ഇൻ്റേക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യും. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്ന് സാഗിങ് ഉള്ള സ്കിന്നൊക്കെ മാറും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്ന ലൈൻസ്, ഈ ഭാഗത്ത് വരുന്ന ചുളിവുകൾ, ഈ നെറ്റിയിലുള്ളതാ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പാടുകളില്ലേ, അങ്ങനത്തെ പാടുകൾ അതെല്ലാം അങ്ങോട്ട് മാറും. എന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടീനേജേഴ്സിൻ്റെ സ്കിന്ന് പോലെ അവരുടെ സ്കിന്നാകും. ഈ നടിമാരും മോഡലിങ് ആ രംഗത്തുള്ളവരൊക്കെയാണ് ഇത് ചൂസ് ചെയ്യണത്. കാരണം അവരുടെ ഒരു കാര്യങ്ങൾ എന്ന് വെച്ചാൽ സൗന്ദര്യത്തിനെ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതിനൊക്കെ ഒരുപാട് പൈസയാവും. എന്നാൽ നമ്മുടെ മുറ്റത്ത് തന്നെ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ആരോടും പറയരുത്. അതാണ് നമ്മളുടെ ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടോക്സ് ഫ്ലവർ എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മുടെ സ്കിന്നിലെ ഫൈൻ ലൈൻസ് മാറ്റും, നല്ല അടിപൊളിയുള്ള സ്കിന്ന് തരും. അതായത് നല്ല യുവത്വം തുളുമ്പുന്ന
സ്കിന്ന് നമുക്ക് തരാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചു നമ്മൾ എന്തൊക്കെ ജ്യൂസാണ് ഈ സമയത്ത് കുടിക്കേണ്ടത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് കളറൊക്കെ വെക്കാനായിട്ടെന്ന്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ക്യാരറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ABC ജ്യൂസ് ഞാൻ ഡ്രിങ്ക്സ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ലിങ്ക് വേണമെങ്കിൽ മുകളിൽ കൊടുക്കാം. അപ്പോൾ ABC ജ്യൂസ് നമുക്ക് സ്കിൻ കളർ ഇമ്പ്രൂവ് ആവാൻ വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ബീട്രൂട്ടും ലെമണും തമ്മിലുള്ള ജ്യൂസ് വളരെ നല്ലതാണ്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പരത്തി ജ്യൂസാണ്. പക്ഷേ ചെമ്പരത്തിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രഷർ പെട്ടെന്ന് ലോ ആവും. അപ്പം ലോ പ്രഷർ ഉള്ളവർ കുടിക്കുമ്പോൾ ഒന്നും കൂടെ ലോ ആയിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെയുള്ള ആൾക്കാർ ആഴ്ചയിൽ 1-2 വട്ടം കുടിച്ചാൽ മതി. അപ്പോൾ അത് നമ്മുടെ ഈ ഇതിന് വളരെ നല്ലതാണ്. ഈ കറ്റാർവാഴയും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ അകത്തുള്ള സ്കിന്ന് മാത്രം എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെമ്പരത്തി പൂ ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നാരങ്ങ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്കിന്ന് നന്നായിട്ട് കളർ വെക്കാൻ സഹായിക്കും. അപ്പോൾ ബോട്ടോക്സ് ഫ്ലവർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലവർ ഉപയോഗിച്ച് നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു 2 ഫ്ലവർ എടുത്തിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് നന്നായിട്ട് കളർ വരുമ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അത് കുടിക്കുന്നതും നല്ലതാണ്. സൗന്ദര്യം നമ്മൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വയറൊന്ന് ഇളക്കണം നല്ലതാണ് കേട്ടോ. വൺസ് ഇൻ എ മന്ത് നമ്മൾ വയറ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നെല്ലിക്ക ജ്യൂസ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അത് കഴിക്കാം. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ബോട്ടോക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ നമ്മുടെ പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. ചെമ്പരത്തിപ്പൂവ് നമുക്കൊരു 6 എണ്ണം വേണം. ഇതെന്ന് വെച്ചാൽ 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. 6 എണ്ണം മതി. ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം മതി. അതിനുശേഷം നമുക്ക് അതിൻ്റെ ചെമ്പരത്തിയുടെ ഓരോ പൂക്കൾ മാത്രമായിട്ട് അടർത്തിയെടുത്തിട്ട് നമുക്കൊരു ബ്ലെൻഡറിലോ മിക്സി ജാറിലോ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ എൻ്റെ കൂടെ തേനില്ലേ, നമ്മുടെ സാധാ തേൻ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ വന്നിരിക്കുക നമ്മുടെ ചെമ്പരത്തിപ്പൂ മാത്രമായിട്ടിട്ട് ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്താണ്. ഇത് കണ്ടോ, ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. കുറച്ച് നേരം ഇത് വെക്കണം കേട്ടോ, പുറത്ത് തന്നെ വെക്കണം. അടിച്ച് ഉടനെ എടുത്തിട്ട് പുരട്ടണ്ട. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുക. അതിന് ശേഷം നോക്കുക. കണ്ടോ, ഇപ്പം ഇച്ചിരി വെട്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മഴക്കാർ മാറിയില്ല. കണ്ടോ, കുട്ടികൾ കളിക്കണ ഒരു ക്ലേ ഇല്ലേ, ആ ഒരു രൂപത്തിലായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് വരും. ഇത് ഹണിയും നമ്മളുടെ ചെമ്പരത്തി പൂവും കൂടെ നന്നായിട്ട് ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഈ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് പ്ലെയിൻ ആയിട്ട് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ക്ലീൻ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് സെയിം എഫക്റ്റ് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മളുടെ കടല മാവാണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്ന് മാറാനായിട്ടും അതുപോലെ നല്ലോണം സോഫ്റ്റ് ആവാനായിട്ടും ഇതുപോലെ ഫൈൻ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനായിട്ട് സഹായിക്കും. ഏത് ഏജ് ഗ്രൂപ്പിനും ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളില്ലേ, കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് നമ്മുടെ നിറം ഇമ്പ്രൂവ് ആകും. അതുപോലെ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് സഹായിക്കും. ഇത് ഡെയിലി എന്നോണം നമുക്ക് നമ്മുടെ സ്കിന്നിൽ പുരട്ടാം. ഈ ചെമ്പരത്തിപ്പൂ ഉള്ള ആൾക്കാർ ഡെയിലി എന്നോണം. അത് മാത്രമല്ല, ഇത് നമുക്ക് ഈ രൂപത്തിലെടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ നമ്മുടെ ഐസ് ക്യൂബ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. ഇത് മാത്രമായിട്ട് വേണമെന്ന് എടുത്ത് വെക്കാം. കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർ, കറുത്ത പാടുകൾ, കരിമംഗല്യം, ഫൈൻ ലൈൻസ്, അതുപോലെ തന്നെ ഒരു ഡൾനെസ്, സൺടാൻ, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവായ റെമഡിയാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. അതായത് ഇതും നമ്മളുടെ കസൂരി മഞ്ഞളും കൂടി ചേർന്നുള്ള മിശ്രിതം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ കടലമാവാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സ്കിന്ന് നല്ല പട്ടുപോലെ സോഫ്റ്റ് ആവും, വളരെ സോഫ്റ്റ് ആവും. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ആ ഒരു നിങ്ങൾ ടെക്സ്ചർ തന്നെ മാറാനായിട്ട് ഇത് സഹായിക്കും. ഡെയിലി അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് ഡ്രൈ സ്കിന്നൊക്കെ മാറി സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും. ആ ഒരു തിളക്ക് നമ്മുടെ സ്കിന്നിൽ നിലനിർത്താനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എന്നോട് ഉപയോഗിക്കുന്നത് കടലമാവാണ്. അപ്പോൾ കടലമാവ് കൂടെ ഉപയോഗിക്കുമ്പോൾ കുറച്ച്
തിക്കായുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമ്മുടെ സ്കിന്നിൽ അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമുക്കിതിൻ്റെ കൂടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രക്തചന്ദനം ചേർത്ത് അരച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ വെറുതെ പൊടിയായിട്ടൊക്കെ കിട്ടണമെന്ന് വാങ്ങിച്ച് നമ്മൾ എടുക്കരുത്, കാരണം അതൊന്നും ശരിയാവണമെന്നില്ല. ആയുർവേദ ഷോപ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തടി കിട്ടും, ഈ ചെറിയ കഷ്ണമൊക്കെ ആയിട്ട് കിട്ടും. അത് വാങ്ങിച്ച് നല്ലോണം കല്ലിലിട്ട് ഉരച്ചിട്ട് അതും ഇതും കൂടെ മിക്സ് ചെയ്ത് പുരട്ടുകയാണെന്നുണ്ടെങ്കിലും വളരെ എഫക്റ്റീവ് റിസൾട്ടാണ്. പിന്നെ നമ്മളുടെ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന പാടില്ലേ, ചിക്കൻ ബോക്സിൻ്റെ കുത്തൂത്തുള്ള പാടൊക്കെ ഫേസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് മാറി കിട്ടുന്ന ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ ഈ കുത്തും കുഴി, നമ്മുടെ മേർക്കുരിയൊക്കെ വന്നിട്ടുള്ള കുഴിവുകളും ചെരിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഈ ഒരു റെമഡി നമ്മളെ സഹായിക്കും. അതായത് കസ്തൂരി മഞ്ഞളും റെഡ് സാൻഡൽവുഡ് പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ലോട്ടസ് ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ചെമ്പരത്തിപ്പൂ ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ഈ മിശ്രിതം നമ്മളെ സഹായിക്കും. 3 ഒരുമിച്ച് ഉപയോഗിക്കാം, 2 ഉപയോഗിക്കാം. അതുപോലെ തന്നെ കടലമാവ് മാത്രമായിട്ട് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിത് നമ്മുടെ കടലമാവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ചെമ്പരത്തി പൂവും ഹണിയും കൂടെ നമ്മൾ റോസ് വാട്ടറോ വെള്ളമോ ചേർത്ത് അരച്ച മിശ്രിതത്തിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കസ്തൂരി മഞ്ഞളാണെന്നേ ലേഡീസിന് ഉപയോഗിക്കാം, ജെൻസിനാണെന്നുണ്ടെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം. നല്ലപോലെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നോർമൽ സ്കിന്നാണ് അല്ലെങ്കിൽ പിമ്പിളൊക്കെയുള്ള സ്കിന്നാണെങ്കിൽ കടലമാവ് എന്തായാലും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 2 സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഒരു ലെയർ അല്ല കേട്ടോ, ഒരു 3-4 പ്രാവശ്യമായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടി വരും. എന്നാലും നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഇത് പിടിക്കത്തുള്ളൂ. ഒരു 5 മിനിറ്റ് ഇടവേളയിൽ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്കിന്നിൽ പിടിച്ചിരിക്കും. അതിന് ശേഷം ഇതിപ്പോൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എൻ്റെ സ്കിന്നിലാകുമ്പോൾ ഒഴുകി നമ്മൾ ജസ്റ്റ് അങ്ങനെ ശരിക്കും പിടിക്കാത്ത രീതിയിലിരിക്കുക. അപ്പോൾ അത് ഒരു 3-4 റൗണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. സ്കിന്നിൽ കയ്യിലും നന്നായിട്ട് ഡ്രൈ സ്കിന്നുള്ള കയ്യിലോ അതുപോലെ തന്നെ നമ്മുടെ പരുപരുത്ത കാലുകളിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. യൂസ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടിത് നമുക്ക് സ്കിന്നിൽ പിടിക്കും. ലിപ്സ് ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് 30 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനുണ്ട്, അതും മറക്കാതെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ റെഗുലറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയെന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Thanu signing off. Take care. Bye.